ഹലോ, ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് മിനി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് മിനി വ്ളോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സമോസയാണ് ഉണ്ടായിരുന്നത്, അതോ ഞാൻ വാങ്ങിച്ചു. രാവിലത്തെ സമോസയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇതെന്തായാലും ഉച്ചതിരിഞ്ഞത്തെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തിനോട് ഇന്നാന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ ക്യാമറ ഓണാക്കിയൊക്കെ അതായിരുന്നു, ഞാൻ വലിയ ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ പിന്നെ കഴിക്കണ്ട, ഞാൻ മാത്രം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ വന്നു കണ്ടിട്ട് ഒരെണ്ണം എടുത്ത് അവിടെ നിന്ന് കഴിച്ചു. ക്യാമറയിലേക്ക് വന്നില്ല, എന്താണാവോ, അല്ലെങ്കിൽ വരാറുണ്ട്, ഇന്ന് വന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ആദ്യത്തിന് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ അവിടെ ഇരിക്കുകയാണ്, രണ്ടുപേരും ദേ ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നാളെ 1-ാം തീയതിയാണ്, എപ്പോഴും 1-ാം തീയതി ആണെങ്കിൽ ഞങ്ങളോടെ മീൻ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ഉണക്കസ്രാവാണ് നാളത്തേക്ക് കറി വയ്ക്കാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ. നാളെ 1-ാം തീയതി ആകുമ്പോൾ എന്തെങ്കിലും നോണായിരിക്കും എന്ന്, അതുപോലെ തന്നെയായി. പിന്നെ 2 കോൽമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കച്ചമാങ്ങയുടെയും മാംഗോൻ്റെ ഒക്കെ മിഠായികൾ ഇഷ്ടമാണ്. പിന്നെ ശ്രീകുട്ടന് ഒരു എന്താ പറയുക, ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ അവന് വലിയ ഇഷ്ടമായി. അപ്പോൾ പിന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് ചെറിയുള്ളി വേണം ഇടാൻ, അതുപോലെ തന്നെ നല്ല മുളക്, കിഴക്കമുളക് പാടില്ല, കാന്താരി മുളകോ അതുപോലെ നെയ്മുളകോ അങ്ങനെ ചേർത്ത് ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടടിച്ച് വേണമെങ്കിൽ 2 കറിവേപ്പിലും കൂടി ഇടണം കേട്ടോ. പിന്നെ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ വെച്ച്, നല്ല കല്ലിൻ്റെ ദോശക്കല്ലാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അത് ചൂടാകാൻ കുറേ ടൈം പിടിക്കുന്ന കാരണം കൊണ്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് പ്രഷർ ചീര ഉപ്പേരിയാണ്, ഞാൻ വൈകുന്നേരം വന്നിട്ട് വെച്ചാണ്, നാളത്തെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടി കുറച്ച് ചോറെടുത്ത് ശ്രീകുട്ടൻ കഴിച്ചു. അപ്പം നോക്കിയപ്പോൾ ചോറ് കുറവാണ്. അപ്പോൾ എന്തായാലും വെച്ചപ്പോൾ മാറില്ല എല്ലാവർക്കും. അപ്പം ചേട്ടൻ പിന്നെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പുറത്ത് പോയി വന്നപ്പം പൊറോട്ട ഒരു 4-5 പൊറോട്ട അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ, എല്ലാവരും കുറേശ്ശെ ചോറുണ്ടല്ലോ. പൊറോട്ടയും ചില്ലി ചിക്കൻ അതിൻ്റെ ചാറൊക്കെ കൊണ്ടുവന്നു. പിന്നെ കോക്കനട്ട് ബ്രെഡ് കൊണ്ടുവന്നു. പിന്നെ ഇവർ 2 പേരും വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ നല്ലോണം ചിലവാകും. വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, സിനിമയൊക്കെ